നമ്മളിപ്പോൾ നിൽക്കുന്നത് പുല്ലോട് ശ്രീ കൂറുമ്പക്കാവിലാണ്. ഇന്നിവിടെ നടക്കുന്നത് ഉത്സവമല്ല, മറിച്ച് ചിത്രകലാകാരന്മാരുടെ ഉത്സവം എന്ന് പറയാം. കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കതിരൊളി എന്ന ചിത്രരചന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ചിത്രകലാകാരന്മാരും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. ഇപ്പോൾ ഇത് 9ാമത് ആർട്ടിസ്റ്റ് ക്യാമ്പാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടക്കുന്ന 9ാമത് ആർട്ടിസ്റ്റ് ക്യാമ്പാണ് നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ പങ്കെടുത്തത്. ക്യാമ്പുകളുടെ ഒരു പ്രത്യേകത അവർ സേവന സ്വഭാവത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഈ ഒരു നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി, ആർട്ടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായാണ് അവർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ലാഭേച്ഛയില്ലാതെയാണ് പങ്കെടുക്കുന്നത്. ഞങ്ങൾ നൽകുന്ന ക്യാൻവാസും അവർ ചിത്രങ്ങൾ വരച്ച് ആർട്ട് ഗാലറിക്ക് തന്നെ കൈമാറി. ഈ കാലയളവിൽ ഏതാണ്ട് 500-ലധികം ചിത്രങ്ങൾ ഇങ്ങനെ നമുക്ക് സമാഹരിക്കാൻ വേണ്ടി പറ്റിയിരുന്നു. ആ ചിത്രങ്ങളുടെ പകർപ്പുകൾ പലരും വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഒരു നിലയുണ്ട്. റോഡും വീടും വെള്ളവും വെളിച്ചവും എന്നൊക്കെയുള്ള സങ്കല്പത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളോടൊപ്പം അവൻ്റെ ഉള്ളിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗാലറി സംവിധാനങ്ങളും ആർട്ടിസ്റ്റ് ക്യാമ്പുകളിലൂടെയും ഒക്കെ സജീവമായി മുന്നോട്ട് പോകുക. സ്ത്രീകൾ ഉൾപ്പെടെ 20 പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 3 സ്ത്രീകൾ ഉൾപ്പെടെയാണ് പങ്കെടുക്കുന്നത്. ഈ ക്യാമ്പ് കതിരൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ചിത്രം വരയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം, മാനസികമായ ഒരു നില കൈവരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ജാതി മത ചിന്തക്ക് അതീതമായി ജനങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സ്ഥലം പുല്ലേട് കാവ്. തീർച്ചയായിട്ടും കാവിൻ്റെ അന്തരീക്ഷം ജനങ്ങൾക്ക് അതൊരു ആത്മീയ തലം മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ചിത്രം പ്രയോഗിക്കാനുള്ള, നിറം പ്രയോഗിക്കാനുള്ള, ചിത്രത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദന കേന്ദ്രം കൂടിയായിട്ടാണ് കാണുന്നത്. ആ നിലക്ക് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം പുല്ലേട് കാവിൻ്റെ പരിസരത്തുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ മുമ്പ് ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷത്തിലിരുന്ന് ചിത്രം വരയ്ക്കാനാണ്. അതുകൊണ്ടായിരിക്കാം കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയൊരു സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ ഒരു ക്യാമ്പിനും ഇവിടെയുള്ള എല്ലാ കലാകാരന്മാർക്കും വേണ്ട സഹായങ്ങളുമായി പുല്ലോട് ഗ്രാമവാസികൾ ഒപ്പമുണ്ട്. നിങ്ങളുടെ നാടുകളിൽ ഇങ്ങനെ കാവുകളിലെല്ലാം ചിത്രരചന അനുവദിക്കുന്നതാണോ? അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കാവുകൾ അങ്ങനെ ഒത്തിരി ഒന്നും ആ ഏരിയയിൽ ഇല്ല. ഞാൻ സിറ്റിയുടെ ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് ചുറ്റുവട്ടത്തിൽ അമ്പലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. ഒരു കാവിലൊക്കെ പോയിരുന്ന് വരയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത്. അങ്ങനെ ഒന്നും അലൗഡ് അല്ല. കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യലാണ് എറണാകുളമൊക്കെ. ഗ്രാമത്തിൽ വന്ന് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വർക്കിൽ അത് കാണാനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ വർക്കിലും ഉണ്ട്. വളരെ സന്തോഷം. ഈ ക്യാമ്പിലെത്തിയ മറ്റൊരു ചിത്രകാരനെ നമുക്ക് പരിചയപ്പെടാം. സാർ, എങ്ങനെയാണ് പേര്? എൻ്റെ പേര് നിർമ്മൽ എന്നാണ്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരായ നിരവധി ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണ്. അതിൽ എന്നെപ്പോലുള്ളൊരു ചിത്രകാരന് പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.
ഇങ്ങനെ ഈ ഒരു സറൗണ്ടിങ്സിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഇവിടുത്തെ എന്താ പറയുക, കതിരൂര് അല്ലെങ്കിൽ കണ്ണൂര് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ പുരാതനമായ ആ, ഇവിടുത്തെ ആരാധനകൾ, അതുപോലെ അതിലൊക്കെ ഈ എന്താ പറയുക തെയ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള ആ, ചിത്രങ്ങളാണ് മനസ്സിൽ വരാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം വരയ്ക്കുക എന്നത് ഏതൊരു കലാകാരനെ സംബന്ധിച്ചും ഭയങ്കര ഒരു ഭാഗ്യം ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഞാനും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ചിത്രം ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിലെ ആ പുരാതനമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൂടെയുള്ള ഒരു കാഴ്ചയാണ് അത്. ഒരു കൂമൻ്റെ അല്ലെങ്കിൽ ഒരു ഔളിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷ്മവും അതുപോലെ മൂർച്ചയുള്ളതുമാണ്. ആ ഒരു കാഴ്ചയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ ഇനി ചുമർചിത്രങ്ങളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന കതിരൂരിന്റെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കും. ക്യാമറമാൻ ഷിതിൻ കതിരൂരിനോടൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്.